ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നൊരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് 5 കപ്പ് പാലെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുന്ന സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ബൗളെടുത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലോട്ടേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാണ്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇളക്കണം. അതായത് കോൺഫ്ലവർ ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും. അതിനാണ് ഇത് കട്ട പിടിക്കാണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു പുഡിങ്ങിൻ്റെ പാത്രം എടുത്തിട്ട് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേല് നമ്മുടെ ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ തന്നെ ബാറ്റർ ഇട്ട് കൊടുക്കാം. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി പശുനെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് അതൊന്ന് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പുഡിങ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നട്ട്സ് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ബ്രെഡിൽ ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമ്മുടെ ബാക്കിയുള്ള ബാറ്റർ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പ് പശുനെയ്യിലിട്ട് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പാണ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. സോ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് പേപ്പർ വെച്ച് ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷം ചൂടൊക്കെ ഇതിൻ്റെ മേലിലേക്ക് ശേഷമാണ് കവർ ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ പുഡിങ് ഇവിടെ